എനിക്കറിയത്തില്ല, എനിക്കിഷ്ടപ്പെട്ടു പടം കേട്ടോ. ടു ബി ഫ്രാങ്ക്, നല്ലൊരു മൂവി കണ്ട ഒരു ഫീലായിരുന്നു. എനിക്കതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. കാര്യം ഈ BGMസിനുള്ള ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഒരു സൈലൻറ്റ് BGMത്തിലുള്ള നല്ലൊരു ലോ ഫ്ലെയിം നല്ല മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നല്ല പെർഫോമൻസാണ്. കമൽഹാസനും കൊള്ളാം, ചിമ്പു കൊള്ളാം, തൃഷ വിചാരിച്ചത്ര കൊള്ളാമെന്നില്ല. ബട്ട് ഇവർ തമ്മിലുള്ള ഐശ്വര്യ രാജേഷൻ ക്ലൈമാക്സ് കൊള്ളാം. നല്ല മൂവി. അമ്പലായി പടം ഭയങ്കര ഫ്ലോപ്പാണ്. ഒരു രക്ഷയിൽ ഇരുന്ന് കണ്ട് മൊത്തം തീർക്കാൻ തന്നെ വലിയ പാടായിരുന്നു. 3 ലെജൻസിനെ കാണാൻ വന്നതാണ്. മണിരത്നം, കമൽഹാസൻ, AR റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ അതാണ്. ആ ലെവലിൽ വന്നിട്ട് 3L കാണാൻ വന്നിട്ട് 3G ആയി. നല്ലവണ്ണം 3G എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു അവസ്ഥ. മൊത്തത്തിൽ പോരാ. കമൽഹാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ ആസനം തേഞ്ഞ ഒരവസ്ഥയാണ്. പടം ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഒരു രീതിക്കും കൊള്ളത്തില്ല. ആളൊക്കെ ഇരുന്ന് കാണാൻ പറ്റില്ല. മൊത്തം കാണാൻ ആദ്യമായിട്ട് ഞാൻ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് കാണുന്നില്ല. അത്ര എക്സ്പെക്റ്റഡ് ഒന്നുമില്ല. ഭയങ്കര ക്ലീശ സാധനം. നമ്മൾ കണ്ട് മടുത്ത സെയിം സാധനം. ഇതൊക്കെ മണിരത്നത്തിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വളരെ സബ്സ്റ്റാൻഡ്. നായകനൊക്കെ പോലെ ഒരു ക്ലാസിക്കൊക്കെ നിൽക്കുന്നു. ഇത് ഒരു ഇതുമില്ല. വളരെ മോശമായിട്ട് എടുത്തേക്കുന്നു. ഒട്ടും പറയില്ല. ഭയങ്കര റേറ്റിംഗ് 10ൽ 1 തന്നെ കൊടുക്കുന്നത് വളരെ കഷ്ടിച്ച് കൊടുക്കേണ്ടി വരും. തീരെ പോരാ പടം. മൊത്തത്തിൽ ഇരുന്ന് ഉറങ്ങി. ലാഗെന്ന് വെച്ചാൽ ഭീകര ലാഗ്. പിന്നെ ആകെയുള്ള പോസിറ്റീവ് സൈഡ് പറയണമല്ലോ. ഒരു പടത്തിന് അങ്ങനെ മൊത്തത്തിൽ കുറ്റം പറയുന്നതല്ല. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് പടം. പക്ഷേ എന്നാൽ പോലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് ഓപ്പണായി പറഞ്ഞല്ലേ പറ്റൂ. BGM കുഴപ്പമില്ല. ചില പോർഷൻസ് കമൽഹാസൻ എന്ന ആക്ടറിനെ മാക്സിമം ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. ചിമ്പു അത്യാവശ്യം STRൻ്റെ നൈസ് കുറേ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര തന്നെ. അല്ലാതെ മൊത്തത്തിൽ പടം ഫ്ലോപ്പ് തന്നെ. കമൽഹാസനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ ലാഗൊന്നുമില്ല. മണിരത്നത്തിൻ്റെ പഴയ പടം പോലെ ലാഗൊന്നുമില്ല. നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. ചിമ്പും ജോർജൊക്കെ സൂപ്പറായിട്ടുണ്ട്. അല്ല, പടം എന്തായാലും പൊട്ടും. അത് ഇനിയിപ്പോൾ ആർക്കും വേറൊരു അഭിപ്രായം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലും കമൽഹാസൻ ഫാൻസിന് പോലും ഇത് സഹിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ദുരന്തമായിട്ടുള്ള പടം. കമൽഹാസനെ കയറിയിട്ട് ആസനം ചെയ്യുന്ന അവസ്ഥ. എന്നുവെച്ചാൽ ആളുകൾക്കൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. ആളുകൾ ചത്ത പോലെ ഇരിക്കുകയാണ്. കൂവാൻ പോലുള്ള ശേഷിയില്ല. അങ്ങനെ അടിച്ച് കിടത്തി. തിയേറ്ററിലെ ആളുകളൊക്കെ കിളി പോയിരിക്കുന്ന അവസ്ഥയായിപ്പോയി. ഒന്നും പറയണ്ട. ദുരന്ത പടം. 3 ലെജൻസിനെ കാണാൻ വന്നിട്ട് അവസ്ഥ ഇത് തന്നെ. ഇഷ്ടപ്പെട്ടില്ല പടം. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. കമൽഹാസനേക്കാളും STRും പിന്നെ ജോജു ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് പടത്തിനകത്ത്. തീർച്ചയായിട്ടും വെറും വേസ്റ്റ് ഫീലിംഗ്. ഭയങ്കര ബോർ. അങ്ങനെ ആ സീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അത്രയും കോമഡി സീനാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് ചിരിക്കും. ഗാങ്സ്റ്റർ കൃഷിക്കാരനായിട്ടാണ് പോകുന്നത്. നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. അതൊക്കെ എന്ത് ചിരിക്കും. നമ്മളവിടെ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ചിരിക്കുകയാണ്. പടം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ശോകമായിരുന്നു. വേറെ പോയി പറയില്ല. ശോകം നന്നായിട്ടുണ്ട്. ഒട്ടും കൊള്ളൂല സ്റ്റോറി. നമ്മൾ വിചാരിച്ച ഒരു ലെവലും ഇല്ല പടം. മണിരത്നം എന്ന് വിചാരിച്ച് ഒന്നും. STR മാത്രം കുറച്ച് പെർഫോമൻസ് കൊള്ളാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പടം ചിരിച്ചോണ്ടിരുന്നു തിയേറ്റർ മൊത്തം. പറയില്ല ബ്രോ. ഇതൊക്കെ എന്തിന് പറയാ, ഇന്ത്യൻ പോലെയൊക്കെ എടുത്ത് വെച്ചേക്കണ്. പറയില്ല ബ്രോ. പടം കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളത്തില്ല സിനിമ. മണിരത്നത്തിൻ്റെ ഒരു മോശം സിനിമയാണ്. പിന്നെ അയാൾ കുറേ കാണിച്ച സാധനം തന്നെ ഇതിനകത്ത്. കമൽഹാസനാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും മോശം.